ഇടത് കോട്ട തിരിച്ചുപിടിച്ച് ആലത്തൂരിൽ കെ രാധാകൃഷ്ണന് വിജയം. സിറ്റിംഗ് എംപിയായ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെയാണ് 20,000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത്. BJP സ്ഥാനാർത്ഥി TN സരസു നേടിയ 1 ലക്ഷത്തിലധികം വോട്ടുകൾ രമ്യ ഹരിദാസിന് തിരിച്ചടിയായി. മന്ത്രിയും എംപിയും മത്സരിച്ചപ്പോൾ ആലത്തൂരുകാർ സ്വീകരിച്ചത് ചേലക്കരയുടെ ജനനായകനെ. രാധാകൃഷ്ണന്റെ ജനകീയതയും രമ്യ ഹരിദാസിന്റെ വ്യക്തിപ്രഭാവവും തമ്മിലുള്ള അങ്കപ്പോരിലെ വിധിയെഴുത്തിൽ ജനകീയതയ്ക്ക് മുൻതൂക്കം. CPMന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മന്ത്രിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചപ്പോൾ പ്രതീക്ഷകൾ തെറ്റിക്കാതെയുള്ള വിജയമാണ് കെ രാധാകൃഷ്ണൻ നേടിയത്. ആലത്തൂരിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ കെ രാധാകൃഷ്ണൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത മുഴുവൻ ആലത്തൂരിലെ പ്രിയപ്പെട്ട വോട്ടർമാരോടും സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ നന്ദിയും കടപ്പാടും ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ നന്ദിയോടുകൂടി സ്മരിക്കുകയും ചെയ്തു. പാലക്കാട് വിക്ടോറിയ കോളേജിൽ ആദ്യം എണ്ണിയത് പോസ്റ്റൽ വോട്ടുകളാണ്. എണ്ണി തുടങ്ങിയപ്പോൾ മുതൽ രാധാകൃഷ്ണൻ മുന്നിൽ. 2019-ൽ ഹാട്രിക് തികയ്ക്കാനിരുന്ന PK ബിജുവിനെ നിലംപരിശാക്കിയ കോഴിക്കോടുകാരി രമ്യ ഹരിദാസ് ആലത്തൂര് തൂത്തുവാരിയത് 1.5 ലക്ഷം എന്ന വമ്പിച്ച ഭൂരിപക്ഷത്തോടെയായിരുന്നു. എന്നാൽ ഇക്കുറിയും ആലത്തൂർ കൈവിടില്ല എന്ന രമ്യയുടെ പ്രതീക്ഷ വോട്ടെണ്ണി തുടങ്ങിയ 4ാം റൗണ്ടിൽ അവസാനിച്ചു. ഒടുവിൽ അവസാന റൗണ്ടിലും ലീഡ് ഉയർത്തി രാധാകൃഷ്ണൻ വിജയം ഉറപ്പിച്ചു. BJP സ്ഥാനാർത്ഥി 1 ലക്ഷത്തോളം വോട്ട് നേടിയതാണ് മുന്നണികളെയും അമ്പരപ്പെടുത്തിയത്.